സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ട് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാഹുൽ ഈശ്വർ അല്ലേ, ആണൊരുത്തനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാജ പരാതികളിന്മേൽ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു ആണത്തമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ആണത്തമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വലിയ രീതിയിലാണ് ആ വിഷയം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ആണൊരുത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ആണത്തമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിഷയങ്ങളിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി അതിജീവിതയെ അപകീർത്തികരമായിട്ടൊരു 10-12 വീഡിയോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം കേരള പോലീസ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം രാഹുൽ ഈശ്വർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം എന്തായാലും രാഹുൽ ഈശ്വർ എന്താണ് പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ്. ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. സുഹൃത്തുക്കളെ, കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കാണിക്കുന്ന ഫെമിനാസിത്തരം അല്ലെങ്കിൽ ഫെമിനിസത്തരം, അതിനെതിരെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ സംസാരിച്ചത് അല്ലെങ്കിൽ ശബ്ദമുയർത്തിയത്. ആ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തന്നെയാണ് അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ നാട്ടില് ഫെമിനാസിത്തരം അല്ലെങ്കിൽ ഫെമിനിസത്തരം വലിയ രീതിയിൽ കടന്ന് പിടിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അത് മറ്റുള്ള വിജയബാബുവിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ ബോബി ചമ്മണുവിന്റെ വിഷയത്തിലുമെല്ലാം രാഹുൽ ഈശ്വർ പ്രതികരിച്ച രീതികൾ നമ്മൾ കണ്ടതാണ്. ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു പ്രൈവസി കൊടുക്കാതെ അല്ലെ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയെന്നാണ് ഈ പറയുന്ന കേരള പോലീസ് പറയുന്നത്. ഏമാന്മാരെ ഏത് വീഡിയോയിലാണ് അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റിലാണ് രാഹുൽ ഈശ്വർ ആ രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് പറയണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത് അല്ലെ രാഹുൽ ഈശ്വറിനെതിരെ എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുൻപ് രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കാണാം എന്നുള്ളത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം വിരൽ ചൂണ്ടുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ സിനിമകളിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏതൊരു പാർട്ടിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും രാഹുലിനെ പെടുത്തണമെന്നുള്ളത്, അതായത് രാഹുൽ ഈശ്വറിനെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തണമെന്നുള്ളത് വലിയ രീതിയിൽ അറിയാവുന്നത് കൊണ്ട് തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വസ്തുതാപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയും ഇവർക്ക് വലിയ രീതിയിൽ വിമുഖത ഉണ്ടാവുകയും ആ വിമുഖത മറ്റുള്ളവരെ, അതായത് ഈ രാഹുൽ ഈശ്വറിന്റെ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല വ്യൂ ആണ്, നല്ല റീച്ച് ആണ്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോ മറ്റുള്ള ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു വാല്യൂ ഇല്ലാതായി പോലോ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയുമാണ് രാഹുൽ ഈശ്വറിനെ കൊടുക്കാനായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്, അല്ലെ രാഹുൽ ഈശ്വറിനെ കൊടുക്കാനായിട്ട് ഇവർ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നത്. ഈ എന്താ പറയുക, ഒന്നും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം അല്ലെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പറയപ്പെടുമ്പോഴും
അതൊന്നും നമുക്ക് രേഖപ്പെടുത്താനോ അതിനെപ്പറ്റി ഒന്നും പറയാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും പേടിയാണോ കേരള മുഖ്യ, അല്ലെ ഇത്രയും പേടിയാണോ നമ്മുടെ പോലീസുകാരെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട്? രാഹുൽ ഈശ്വർ സംസാരിച്ച എന്താണ്? വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്, അല്ലേ? വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളെ പറ്റിയും രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടില്ല. എല്ലാവരും വീഡിയോ കണ്ടതല്ലേ, നമ്മളെല്ലാവരും എല്ലാ പോസ്റ്റുകളും കണ്ടതല്ലേ? അതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പ്രൈവസി കളഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ അതിശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആണുങ്ങൾക്കെതിരെ, ഈ പറയുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾക്കെതിരെ അതിശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ, അല്ലെങ്കിൽ അതിനെ ഈ പറയുന്ന രീതിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അകത്തിടാം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്തിന്റെ പേരിലാണ്, ആരെ പേടിച്ചിട്ടാണെന്നുള്ളത്. അപ്പൊ ആ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്യാനും മാത്രം അതപ്പതിച്ചു പോയോ കേരള സർക്കാർ എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതിൽ തോന്നുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ ചെയ്യിപ്പിച്ചായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഈ ഒരു വിഷയത്തിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെ പറ്റി, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് സ്ത്രീക്കെതിരായിട്ടല്ല, ആ പുരുഷന് വേണ്ടിയിട്ടാണ്. സ്ത്രീക്കെതിരെയോ അല്ലെ സ്ത്രീയെ അധിക്ഷേപിച്ചോ സംസാരിക്കുന്നു എന്നല്ല രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറഞ്ഞത്. ആ പുരുഷൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ പുരുഷൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കെതിരെയാണ് ഈ പറയുന്ന ഈ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നതെന്നാണ്. വളരെ പക്വതയും വിനയവും തോന്നിയൊരു സംസാരം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഈശ്വറിന്റെ ഭാര്യയാണ്, അല്ലെ രാഹുൽ ഈശ്വറിന്റെ മാമനോ മച്ചമ്പിയോ ഒന്നുമല്ല. ആ ഭാര്യ തന്നെ പറയുകയാണ്, ഈ ഒരു ആരോപണങ്ങൾ വരുമ്പോൾ ആ പുരുഷനെ ചേർത്ത് പിടിക്കുക, അല്ലെ ആ പുരുഷനൊപ്പം നിന്നതിൽ എന്താണ് തെറ്റെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക്. സമൂഹത്തിൽ ചർച്ച വന്നിട്ടുണ്ട് ഇങ്ങനെ പരാതിക്കാരിക്കെതിരെ നിൽക്കുന്ന ഒരാളാണെന്ന് സംബന്ധിച്ച്. അല്ല, പരാതിക്കാരിക്കെതിരെ അല്ല, പുരുഷന്മാർക്കൊപ്പം എന്ന് പറയുന്നതായിരിക്കും ശരി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെയാണ് ഉപയോഗപ്പെടുക. കാരണം സ്ത്രീകൾ ആവശ്യമില്ലാതെ അവർ തെറ്റായ കാര്യങ്ങൾ പുരുഷന്മാർക്കെതിരെ പറയുമ്പം ശരിയായ കാര്യങ്ങൾ പറയുന്നതിനെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. അപ്പോൾ ശരിക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഈ എന്താ പറയുക, മിസ്യൂസ് ചെയ്യാണ് സ്ത്രീകൾ ഇതേപോലെയുള്ള കംപ്ലയിൻറ്റ്സ് പറയുമ്പോൾ. അപ്പോൾ അത് നിർത്തുക തന്നെ വേണം. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം മീ ടു എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ മെൻ ടു അതും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് പരാതിക്കാരിക്ക് എതിരെ എന്ന് പറയുന്നതിനെക്കാട്ടിലും തെറ്റായ ഒരു ആരോപണത്തിനൊപ്പം എന്ന് വെച്ചാൽ ആ ഒരു ആരോപണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് വേണം നമ്മൾ കൂടുതലും പറയാൻ. അങ്ങനെയല്ല, ഒരു അധികാരമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു വാഗ്ദാനം നൽകുന്നു, സ്നേഹത്തിലാകുന്നു, അത് ആ കുട്ടി ഗർഭിണിയാകുന്നു, അതിനെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നു. അതൊക്കെ ഒരു അധികാരത്തിലിരിക്കുന്ന ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിസ്സഹായ ഒരു കുട്ടിയാണ്. അല്ല, അത് നിങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു നറേറ്റീവ് അല്ലേ. നിസ്സഹായ ഒരു കുട്ടിയാണ്, ആ കുട്ടിയും എന്തൊക്കെയോ എത്ര കളവാണ് ആ കുട്ടിയും പറയുന്നത്. ആ കുട്ടി പറയുന്ന കാര്യങ്ങളുടെ കളവ് ഓരോന്നോരോന്നായിട്ട് രാഹുൽ ചേട്ടൻ്റെ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഹെൽപ്ലെസ് ആയ ഒരാളങ്ങനെ കളവ് പറഞ്ഞ് അറ്റൻഷൻ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് ശരിക്കും അത്രയും ഒരു എന്താ പറയുക, ഹെൽപ്ലെസ് ആയ ഒരു ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ആൾ ഇതുപോലത്തെ ആരുടെയൊക്കെയോ ഉപദേശപ്രകാരമായിരിക്കും കേട്ടോ, പക്ഷെ കുറേ കള്ളത്തരങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടില്ല എന്നടിക്ക് കംപ്ലീറ്റ് ആയിട്ട് സമൂഹം, ഒരു പുരുഷനല്ലേ, നിങ്ങളെല്ലാവരും പുരുഷന്മാർ തന്നെയല്ലേ. നാളെ ഇതുപോലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കെതിരെ വന്നാലും ഇതുപോലെ സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. അതായത് രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ടുപോയ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊരു പുരുഷനല്ലേ, നാളെ നിങ്ങൾക്കെതിരെ ഇതുപോലെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അതുകൊണ്ട് തന്നെയാണ്, അല്ലെ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സ്ത്രീക്കെതിരെ അല്ല സംസാരിക്കുന്നത്, പുരുഷനൊപ്പമാണ് സംസാരിക്കുന്നതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കേരള പോലീസും കേരള പോലീസിനെ ഈ വിട്ടുകളിക്കുന്ന തലമൂത്തപ്പന്മാരും അതേപോലെ തന്നെ കോൺഗ്രസിലിരിക്കുന്ന പല നേതാക്കന്മാരും ഈ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. നമ്മളൊരാണുങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ നമ്മളെ പോലെയുള്ള ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരാൾ ഇവിടെ ഇല്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൽത്തുറങ്കിലടിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൽത്തുറങ്കിലേക്ക് അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയ്ക്കും പേടിയാണോ കേരള സർക്കാരെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്രയ്ക്കും പേടിയാണോ കോൺഗ്രസ് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ? ആ ഒരു പെൺകുട്ടി പറയുന്ന എല്ലാം കളവാണെന്നുള്ളത് ഞാൻ കറക്റ്റായി ഞാൻ പറയുന്നില്ല. പെൺകുട്ടിയുടെ ഭാഗത്ത് ശരിയുണ്ട്, തെറ്റുമുണ്ട്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് പറയുന്നത് ശരിയല്ല, അയാളുടെ ഭാഗത്തും ശരിയും തെറ്റുമുണ്ട്. ആ ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ആ പെൺകുട്ടിയുടെ അടുത്താണ് ശരി, രാഹുൽ മാങ്കൂട്ടത്തിലാണ് തെറ്റുകാരനെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് തെളിയുന്നത് വരെയും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഒരു പുരുഷനെ ഒരു പിന്തുണയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ അതിനെ ആ സ്ത്രീയുടെ ആ ഒരു ചാരിത്ര്യത്തെ, അല്ലെ ആ സ്ത്രീയുടെ ഒരു മാനത്തിനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് വൃത്തികെട്ട പരിപാടിയാണ്. ഇപ്പം ഞാനും വീഡിയോ ചെയ്യുന്നത്, നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പരാതികൾ വരാം, പക്ഷേ ഇങ്ങനെ
പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്ന അയാൾക്ക് പേടിയൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അതൊന്നും കാര്യമാക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് വരാനുണ്ടായ കാരണവും ഇത് തന്നെയാണ്. ഈ ഒരു വൃത്തികെട്ട പരിപാടികൾ ഇനിയും എത്ര നാൾ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഓരോ പീഡനങ്ങൾ ഉയർന്നു വരുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ അത് അങ്ങ് പോവും. പിന്നെ ആരും കാണില്ല, ഈ പരാതിക്കാർ കാണില്ല, പരാതിക്കാരൻ കാണില്ല, അവരെ സപ്പോർട്ട് ചെയ്തവർ ആരും കാണില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് എന്ന് കാണാം. എന്തായാലും ആണത്തമുള്ള അല്ലെങ്കിൽ ആണത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഈ ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോയതെങ്കിൽ തിരികെ കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കേണ്ടി വരുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്.